നമസ്കാരം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂലൈ മാസമായിരുന്നു, മഴ പെയ്യുന്ന സമയം. ഏതാണ്ട് 45 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്, എനിക്ക് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകൾ പൂർണ്ണമായും തകർന്നു, ഇനി ജീവിച്ചിരിക്കണം എന്ന് പോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞാണ്. കുറച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിന് ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളുമുണ്ട്, പക്ഷേ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് പ്രധാനമായ കാരണം അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായ പല ദുരാനുഭവങ്ങളുടെ ഓർമ്മകൾ, ചില വ്യക്തികളിൽ നിന്നും ചില അനുഭവങ്ങളിൽ നിന്നും ഉണ്ടായ വിഷമം, ഒന്നും വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ശ്രീ നിസർഗദത്ത മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ബിറ്റ്വീൻ ദ ബാങ്ക്സ് ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ ഫ്ലോസ് ദ റിവർ ഓഫ് ലൈഫ്. ഇഫ് യു സ്പെൻഡ് മച്ച് ടൈം ഓൺ ഐദർ ബാങ്ക് യു വിൽ മിസ് ഔട്ട് ഓൺ ലൈഫ്. സന്തോഷങ്ങളുടെയും വേദനകളുടെയും നടുവിലൂടെയാണ് ജീവിതമാകുന്ന നദി ഒഴുകുന്നത്. തീരങ്ങളിൽ കൂടുതൽ സമയം ചെലവിട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പല പല അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഹൗ ടു ലെറ്റ് ഗോ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് വിട്ടുകൊടുക്കുക? ലെറ്റിംഗ് ഗോ എന്ന ആശയത്തെക്കുറിച്ച് വളരെ സിമ്പിളായി പറഞ്ഞത് അമേരിക്കൻ സൈക്യാട്രിസ്റ്റും സ്പിരിച്വൽ ടീച്ചറുമായ ഡേവിഡ് ഹോക്കിൻസ് ആണ്. അദ്ദേഹം പറഞ്ഞത്, ലെറ്റിംഗ് ഗോ ഈസ് എ സഡൻ സെസേഷൻ ഓഫ് ആൻ ഇന്നർ പ്രഷർ ഓർ ദ ഡ്രോപ്പിംഗ് ഓഫ് എ വെയ്റ്റ് എന്നാണ്. നമ്മുടെ അകത്തുള്ള സമ്മർദ്ദം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ് ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ. ഒരു ഭാരം വീഴ്ത്തുന്നത് പോലെ. നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഈ കാര്യങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ മനസ്സിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും മനസ്സ്. ജീവിതത്തിൽ എനിക്ക് തടസ്സമായി നിൽക്കുന്ന എനർജീസിൽ നിന്നും എനിക്ക് മുക്തി നേടണം, എനിക്ക് പുറത്ത് കടക്കണം. അതാണ് ലെറ്റിംഗ് ഗോയിലൂടെ സാധ്യമാകുന്നത്. എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുള്ളത്? 6 കാര്യങ്ങൾ ഇവിടെ പറയാം. 1. ഇമോഷണൽ ഹേർട്സ് ആൻഡ് പെയിൻസ്. നമ്മുടെ മനസ്സിലുള്ള അലട്ടലുകളും മനോവേദനകളും പല വ്യക്തികളിൽ നിന്നും ഉണ്ടായതായിരിക്കാം. ആ വിഷമം എൻ്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്, എന്നെ വിഷമിപ്പിക്കുകയാണ്. ആ മുറിവും ചതവുമായി ഞാൻ ജീവിതം അങ്ങനെ ജീവിച്ചു തീർക്കുകയാണ്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് റിജക്ഷൻസ്, അവഗണന, നിരാകരണങ്ങൾ. നീയൊന്നിനും കൊള്ളില്ല, നിന്നെ എനിക്ക് വേണ്ട എന്ന് മറ്റു ചിലർ പറയുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്, എനിക്ക് ആരുമില്ല എന്നൊരു ഫീലിംഗ്. അത് പറഞ്ഞ സമയത്ത് പറഞ്ഞ വ്യക്തിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ തറച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആ വ്യക്തിയുടെ മുഖഭാവം എൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു, ഒരു ഫോട്ടോഗ്രാഫിക് ഇമേജ് പോലെ. ബന്ധങ്ങളിൽ ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ വിചാരിച്ചതുപോലെ പോയില്ല. ഈ വിഷമമാണ് ശരിക്കും റിജക്ഷൻ്റെ ഫീലിംഗ് ആയിട്ട് വരുന്നത്. ഇതും നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. 3ാമത്തത് സാഡ്നെസ്, സങ്കടം. പല പല അനുഭവങ്ങളിൽ നിന്നുണ്ടായ സങ്കടം. നമ്മളെ ഒത്തിരി സ്നേഹിച്ചവർ നമ്മളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന സാഡ്നെസ്. പണം നഷ്ടമാകുമ്പോൾ, ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം വരുന്ന സമയത്തുണ്ടാകുന്ന സങ്കടം. പ്രതീക്ഷകൾ നശിക്കുന്ന സമയത്തുണ്ടാകുന്ന സങ്കടം. കരിയർ ഓപ്പർച്യൂണിറ്റീസ്, എൻ്റെ കർമ്മരംഗത്ത് എനിക്ക് വിചാരിച്ചതുപോലെ ശോഭിക്കാൻ കഴിയുന്നില്ല, ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ. എനിക്കോ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നവർക്കോ ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന സങ്കടം. ജീവിത പങ്കാളി, അച്ഛൻ, അമ്മ, കുട്ടികൾ, സഹോദരൻ, സഹോദരി, ഇവർക്കെല്ലാം അസുഖം വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സങ്കടം. കൂടുതൽ സമയം നമ്മൾ സങ്കടത്തിൽ ജീവിച്ചാൽ പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ലോസ് ഓഫ് സെൽഫ് എസ്റ്റീമാണ് റിസൾട്ട്. അതായത് ആത്മാഭിമാനം ചോർന്നു പോകും. കുറച്ചു കാലം ഈ സങ്കടഭാവം തുടരുകയാണെങ്കിൽ അതെല്ലാമാണ് ഡിപ്രഷനായിട്ട് മാറുന്നത്. ഡിപ്രഷൻ ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് സഫറിങ് എന്ന് പറയുന്നുണ്ട്. 4ാമത് വരുന്നത് ഗിൽറ്റാണ്, കുറ്റബോധം. കുറ്റബോധം ജനിക്കുന്നത് ഐ ഹാവ് ഡൺ സംതിങ് വിച്ച് ഐ മസ്റ്റ് നോട്ട് ഹാവ് ഡൺ എന്ന ചിന്തയിൽ നിന്നാണ്. ഞാൻ എന്തോ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്തു, പറയാൻ പാടില്ലാത്തതായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന വേദന. അല്ലെങ്കിൽ ഐ ഹാവൻ ഡൺ സംതിങ് വിച്ച് ഐ ഷുഡ് ഹാവ് ഡൺ. ഞാൻ പറയേണ്ടതായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു, പറഞ്ഞില്ല, ചെയ്തില്ല. അതുകൊണ്ട് മനസ്സിലുണ്ടാകുന്ന ഒരു വികാരമാണ് ഗിൽറ്റ്. അപ്പോൾ ഞാൻ സ്വയം കുറ്റപ്പെടുത്തുന്നു, സെൽഫ് ബ്ലെയിം മോഡിലേക്ക് പോകുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഒരു നല്ല വ്യക്തിയല്ലാതെയായി മാറുന്നു. ഇതൊരു തരം ഡിസ്ട്രക്റ്റീവ് തിങ്കിങ് പാറ്റേൺ ആണ്. ഈ ഗിൽറ്റി ഫീലിംഗ് നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. 5ാമതായി വരുന്നത്, ഇതേ സംഗതി മറ്റൊരു വ്യക്തി എന്നോട് കാണിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ജനിക്കുന്ന റിവെഞ്ച് എന്ന ഒരു
വികാരം. അതായത് പ്രതികാരം ചെയ്യാനുള്ള ഒരു മനോഭാവം. മറ്റൊരു വ്യക്തി നശിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രത്യേക തോട്ട് പാറ്റേൺ ആണ്. മറ്റൊരാളെ വേദനിപ്പിക്കാനായി ഞാൻ തക്കം നോക്കി നടക്കുന്നു. അതുവരെ ഐ ക്യാരി ദറ്റ് ഗ്രഡ്ജ് ഇൻസൈഡ്, ദറ്റ് റിസെൻറ്റ്മെൻറ്റ്. ആ വെറുപ്പ്, വിദ്വേഷം ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ആ റിസെൻറ്റ്മെൻറ്റ് കാരണം ആർക്കാണ് ദോഷം? എനിക്ക് തന്നെയാണ് ദോഷം. റിസെൻറ്റ്മെൻറ്റ് ഇസ് ലൈക്ക് ടേക്കിംഗ് പോയ്സൺ ആൻഡ് എക്സ്പെക്റ്റിംഗ് ദി അതർ പേഴ്സൺ ടു ഡൈ എന്നാണ്. ഞാൻ വിഷം കഴിക്കുന്നു, എന്നിട്ട് മറ്റൊരു വ്യക്തി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നടക്കുമോ? ഇറ്റ് നെവർ ഹാപ്പൻസ്. ഈ റിവെഞ്ച്ഫുൾ ഫീലിങ്സിൽ നിന്നും നമുക്ക് മുക്തി നേടണം. ആറാമതായി വരുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം ജനിക്കുന്ന ആങ്കർ, ദേഷ്യം, കോപം. ആങ്കർ ഇസ് കൺസിഡേർഡ് ടു ബി എ ഡിസീസ് ഓഫ് ദ മൈൻഡ് എന്ന് പറയാറുണ്ട്. ഒരു ചെറിയ മനോരോഗമായിട്ടാണ് ദേഷ്യത്തെ പലരും കാണുന്നത്. ഇറ്റ് കോസസ് എ റഷ് ഓഫ് ബ്ലഡ് ഇൻ ടു യുവർ ഹെഡ്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഇറ്റ് ഈസ് ദ ഗ്രോസസ്റ്റ് മെൻ്റൽ എഫ്ലിക്ഷൻ എവർ. വളരെ ഡിസ്റ്റർബിംഗ് ആണ്. എനിക്ക് വളരെ ദോഷം ചെയ്യുന്നൊരു സംഗതിയാണ് ദേഷ്യം. ഹോൾഡിംഗ് ഓൺ ടു ആങ്കർ ഇസ് ലൈക്ക് ഗ്രാസ്പിംഗ് എ ഹോട്ട് കോൾ വിത്ത് ദ ഇൻറ്റൻറ്റ് ഓഫ് ത്രോയിങ് ഇറ്റ് അറ്റ് സമൺ എൽസ്. യു ആർ ദ വൺ ഹു ഗെറ്റ്സ് ബേൺഡ്. ഉള്ളംകൈയിൽ തീക്കനൽ കൊണ്ട് നടക്കുകയാണ് മറ്റൊരാളെ മേലെ പ്രയോഗിക്കാൻ വേണ്ടി. പക്ഷെ ആർക്കാണ് വേദന? ആരുടെ കൈയാണ് നീറിപ്പുകയുന്നത്? എൻ്റെ കൈ തന്നെ. പക്ഷെ ദേഷ്യം അനുഭവിക്കുന്ന വ്യക്തി ഇതൊന്നും അറിയുന്നില്ല. ഈ ദേഷ്യഭാവവും നമുക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. ഇതൊന്നും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഏതൊരു സമയവും പാസ്റ്റിലായിരിക്കും ജീവിക്കുക, ഭൂതകാലത്തായിരിക്കും ജീവിക്കുക. നെവർ ബി എ പ്രിസണർ ഓഫ് യുവർ പാസ്റ്റ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ലെസൺ, നോട്ട് എ ലൈഫ് സെൻറ്റൻസ്. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ തടവുകാരനായി ഒരിക്കലും നിങ്ങൾ ജീവിക്കാൻ പാടില്ല. അത് വെറും ഒരു പാഠമായിരുന്നു എന്ന് മനസ്സിലാക്കുക. ജീവപര്യന്ത തടവ് ശിക്ഷയായി കാണേണ്ടതില്ല. ഇങ്ങനെ എനിക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ലെറ്റിംഗ് ഗോ വളരെ ഈസിയാകും. അത് ചെയ്തിട്ടില്ലെങ്കിലോ എനിക്ക് മുമ്പോട്ടുള്ള യാത്ര വളരെ ദുസ്സഹമായി മാറും. യു കനോട്ട് സെയിൽ വെൻ യുവർ ആങ്കർ ഇസ് ഹോൾഡിംഗ് യുവർ ഷിപ്പ്. നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ പോലെയാകും നിങ്ങൾ. മുമ്പോട്ടുള്ള യാത്ര സാധ്യമാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചർച്ചകളാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അവസ്ഥയിൽ നിന്നും പുറത്തോട്ട് കടക്കണമെങ്കിൽ ആരാണ് മുൻകൈ എടുക്കേണ്ടത്? നിങ്ങൾ തന്നെ. മുൻകൈ എടുത്തില്ലെങ്കിലോ ഇത് സ്ട്രെസ്സായി മാറും. സ്ട്രെസ്സ് ശരീരത്തിനും മനസ്സിനും വളരെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഹാർവർഡ് മെഡിക്കൽ സ്കൂളിൻ്റെ പഠനങ്ങൾ കാണിക്കുന്നു, നമ്മളെല്ലാവരും നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കണം. പ്രൊട്ടക്റ്റ് യുവർ ബ്രെയിൻ ഫ്രം സ്ട്രെസ്. ഇവരുടെ ചില പഠനങ്ങൾ പറയുന്നു, ഇൻ an emotionally taxing situation, the amygdala takes over, leaving the parts of your brain that performs higher order tasks with less energy to get their own jobs done എന്ന്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായ ജോലി ശരിക്കും ചെയ്യാൻ സാധിക്കില്ല സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത്. എക്കാർട്ട് ടോലെ പറയുന്നു, സംടൈംസ് ലെറ്റിംഗ് തിങ്സ് ഗോ ഇസ് an act of far greater power than defending or hanging on എന്ന്. കടിച്ചു തൂങ്ങി നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടോ? സ്വയം ചോദിക്കുക. അങ്ങനെ പാസ്റ്റ് നിങ്ങളെ ബോദർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇറക്കി വയ്ക്കാൻ സാധിക്കണം. ഉള്ളിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക ആൻഡ് ഡീൽ വിത്ത് ഇറ്റ്. ഉള്ളിൽ ദാഹമുണ്ട്, അതിനൊരു കാരണമുണ്ട്, വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഞാൻ വിട്ടുകൊടുക്കുന്നു, പുറമേയുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കാണുന്നു, ഞാൻ ആക്ഷൻ എടുക്കുന്നു. ഉള്ളിലുള്ള ആ ഒരു പ്രഷറുണ്ടല്ലോ, അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ റിലീസ് ചെയ്യുന്നു. ഐ ജസ്റ്റ് റിലാക്സ് ആൻഡ് റിലീസ് ദറ്റ് എനർജി ഫ്രം വിതിൻ. കുറച്ച് സ്പേസ് കൊടുത്താൽ മതി, അത് റിലീസായി പോയിക്കോളും. നിങ്ങളായി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങളായി സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ഡിസയറാണ്, എ സ്ട്രോങ് ഡിസയർ ടു ലെറ്റ് ഗോ. അത് കൊഴിഞ്ഞു പോയിക്കോട്ടെ, ഒരു ദോഷവുമില്ല, ഗുണം മാത്രമേ ഉള്ളൂ. ഓൾ ദ ട്രീസ് ആർ ലൂസിങ് ദിയർ ലീവ്സ് ആൻഡ് നോട്ട് വൺ ഓഫ് ദെം ഇസ് വെറീഡ് എന്ന് ഡൊണാൾഡ് മില്ലർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വൃക്ഷങ്ങളും ഇലകൾ കൊഴിയിക്കുന്നുണ്ട്, ഒരൊറ്റൊന്നു പോലും വേവലാതിപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിച്ചാൽ, വിട്ടുകൊടുക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ടാകുന്നു, മാനസികമായ നേട്ടങ്ങളുണ്ടാകുന്നു, ആത്മീയമായ നേട്ടങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ആത്മീയ വളർച്ചയുണ്ടാകുന്നതും ലെറ്റിംഗ് ഗോയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ആത്മീയ ഗുരു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പിരിച്വാലിറ്റി ഈസ് നെവർ അബൌട്ട് ഗെറ്റിംഗ് സംതിങ്, ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ലെറ്റിംഗ് ഗോ ഓഫ് സംതിങ് എന്ന്. അപ്പോൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻസൈഡ് ക്ലീൻ ആകും. നമ്മളുടെ ഇൻസൈഡ് ക്ലീൻ ആയി കഴിഞ്ഞാൽ
പുറത്തുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കും, സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. നമ്മളുടെ ഉള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ പുറമേയുള്ള പ്രശ്നം എങ്ങനെയാണ് മാറ്റുക? ഈ രണ്ട് പ്രശ്നവും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഒരാളെന്തോ ചെയ്തു, അത് കാരണം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി എന്ന് വിചാരിക്കുക. ആ പ്രശ്നം പുറത്തുള്ളതാണ്, നിങ്ങളത് ഹാൻഡിൽ ചെയ്തേ മതിയാകൂ. പക്ഷേ ആ വ്യക്തി അത് ചെയ്തത് കാരണം നിങ്ങളുടെ മനസ്സിലൊരു പ്രോബ്ലം ഉണ്ടായാലോ? അത് രണ്ടാമത്തെ പ്രശ്നമായില്ലേ? പുറമേയുള്ള പ്രശ്നത്തിനും ഞാൻ പരിഹാരം കാണണം, ഉള്ളിലുള്ള ഈ പ്രശ്നത്തിനും ഞാൻ പരിഹാരം കാണണം. ഒരു പ്രശ്നം ആ വ്യക്തി ഉണ്ടാക്കി വെച്ചത്, രണ്ടാമത്തെ പ്രശ്നം എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കി വെച്ചത്. നിങ്ങളുടെ 8 വയസ്സുള്ള മകൻ അല്ലെങ്കിൽ പേരക്കുട്ടി ഒരു കുപ്പി ഗ്ലാസ് താഴേക്കിട്ടു, അതുടഞ്ഞു 100 കഷ്ണങ്ങളായി. അതൊരു പ്രശ്നം പുറത്തുള്ളതാണ്, അതിന് പരിഹാരം കണ്ടേ മതിയാകൂ. പക്ഷേ കുട്ടി അത് ചെയ്തത് കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പലതും പറയുന്നു, അത് രണ്ടാമത്തെ പ്രശ്നമായി. പ്രോബ്ലംസ് ഇൻ ദ മൈൻഡ്. ഇതിനെങ്ങനെയാണ് പരിഹാരം കാണാൻ സാധിക്കുക? മനസ്സിലാക്കുക, നമ്മൾക്ക് പലർക്കും പ്രശ്നങ്ങൾ കൂടുതലുള്ളത് പുറത്തല്ല, അകത്താണ് എന്ന്. പല പ്രോബ്ലംസും നമ്മൾ പറയുന്നത് കഴിഞ്ഞു പോയ കാലത്തുള്ള ഓർമ്മകൾ മാത്രമാണ്. പ്രോബ്ലംസ് ഇൻ ദ പാസ്റ്റ് ഇസ് ഡൺ, ദ പാസ്റ്റ് ഇസ് ഗോൺ. എങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്? പലർക്കും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്, ആങ്സൈറ്റി. ആ ഒരു കാലം എത്തിയിട്ടില്ല, ഫ്യൂച്ചർ വന്നിട്ടില്ല, അതിനു മുമ്പ് ഞാനിവിടെ ഉത്കണ്ഠ ജനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കണം. ഇനി പലപ്പോഴും നമുക്ക് റിയൽ പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടാകാറുണ്ട്. അത് വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ മനസ്സിലാക്കേണ്ടത് ദിസ് ടു ഷാൽ പാസ് എന്നാണ്. മനസ്സിൽ പറയുക, ഇതും കടന്നു പോകും എന്ന്. ദിസ് ടു ഷാൽ പാസ്. ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ്, 5 വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് അത്രയും അന്ന് വിഷമിച്ചത്? അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം 2 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? 5 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്തിന് ഇത്രയും ഇപ്പോൾ വിഷമിക്കണം? ദിസ് ടു ഷാൽ പാസ് എന്ന് പറഞ്ഞാൽ ഇതും കടന്നു പോകും എന്ന തിരിച്ചറിവ്. ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ, നത്തിങ് ഇസ് പെർമനൻറ്റ് ഇൻ ദിസ് വേൾഡ്, നോട്ട് ഈവൻ അവർ ട്രബിൾസ് എന്ന്. ജീവിതത്തിൽ സ്ഥായിയായി ഒന്നും തന്നെയില്ല, നമ്മുടെ പ്രശ്നങ്ങൾ പോലും. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലേക്ക് വരാൻ സാധിക്കും, ഫ്യൂച്ചറിൽ നിന്നും പ്രസൻറ്റിലേക്ക് വരാൻ സാധിക്കും, പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഉയർത്താൻ സാധിക്കുന്നത്. പ്രശ്നങ്ങൾ താഴെ എവിടെയോ ആണ്, നമ്മൾ ഉയരുന്നു. ഭഗവത്ഗീതയിൽ ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് എന്ന് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട്. അതിൻ്റെ അർത്ഥം റേസ് യുവർ സെൽഫ് by yourself. Don't let yourself down. For you alone are your best friend. You alone are your biggest enemy. നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്തുകയാണ് വേണ്ടത്, അല്ലാതെ സ്വയം ചവിട്ടി താഴ്ത്തുകയല്ല വേണ്ടത്. കാരണം നിങ്ങളുടെ ഉറ്റ സുഹൃത്തും ബദ്ധശത്രുവും നിങ്ങൾ തന്നെയാണ്. ലെറ്റിംഗ് ഗോ ചെയ്യാനുള്ള ഒരു മെഡിറ്റേഷൻ സെഷൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നീണ്ടുപോയ സ്ഥിതിക്ക് അത് ചെയ്യുന്നില്ല. നിങ്ങൾക്കത് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ അടുത്ത തവണ ആ ഒരു വീഡിയോ ചെയ്യാം. എന്തായാലും ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലുള്ള പല വിഷമങ്ങളും വിട്ടുകൊടുക്കാൻ സാധിക്കും എന്നും ജീവിതം കുറേ കൂടെ മനോഹരമാക്കാൻ സാധിക്കും എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൽ താങ്കൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം മറ്റൊരു അറിവുമായി. നന്ദി, നമസ്കാരം.